ആയിരുന്നു. രാവിലെ മുതൽ പോയിരിച്ചിരുന്ന് മഴയായിരുന്നു. മഴയത്ത് എന്ത് ചെയ്യാൻ പറ്റും? വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മക്കളെപ്പോലെ നോക്കുന്ന ഇവരാണ് നമ്മുടെ അന്നം. രാവിലെ കറവ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഒരു വണ്ടി പുല്ലും ചെത്തി വന്നപ്പോഴത്തേക്ക് ഈ നേരമായി. ആകെ നനഞ്ഞ് കുളിച്ച് ആകെ നാശമായി. ഇനിയിപ്പോൾ ഇവർക്ക് തീറ്റ കൊടുത്തിട്ട് വേണം ഒന്ന് മര്യാദയ്ക്ക് സോപ്പ് തേച്ച് കുളിക്കാൻ. അന്നേരത്തേക്ക് അടുത്ത കറവേൻ്റെ സമയമാവും. ഇതാണ് ഓരോ ക്ഷീരകർഷകരും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. കണ്ടോ? എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോയി പാൽ അളന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 40 രൂപ, 45 രൂപ, 50 രൂപ താഴെ. ഇതുകൊണ്ടൊന്നും കർഷകർ എവിടെ രക്ഷപ്പെടാനാണ്? കണ്ടോ? പിന്നെ ഒരു ജീവിതമാർഗം എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ തീറ്റ കൊടുക്കുമ്പോഴുള്ള സംതൃപ്തി എന്ന് തന്നെ ഒരു പ്രത്യേക സംതൃപ്തിയാണ് കേട്ടോ. ഇതാ നമ്മുടെ പോത്തുകൂട്ടന്മാർ നോക്കി. ഇവിടെ ചടയാ നോക്കിയാടാ ഇങ്ങോട്ട്. കണ്ടോ പോത്തുകൂട്ടന്മാർ? ഇവന്മാർ ഏതായാലും ഇവന്മാർക്ക് മഴയൊരു വിഷയമല്ല. ഇവന്മാരെ മഴയത്ത് ഇറക്കി തീറ്റ കണ്ടോ ഇറക്കാൻ വേണ്ടി വരുന്നതും കാത്ത് നിൽക്കുകയാണ് അവന്മാർ. ഇപ്പോൾ വരാടാ. ഇവർക്കൊന്ന് തീറ്റ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ വരാവേ, അഴിക്കാൻ വരാം. അവിടെ നിന്നോ. മക്കളവിടെ നിന്ന് ഇപ്പോൾ അഴിക്ക് ചേർക്കാവേ. കുത്തൊന്നും ചെയ്യല്ലേ കേട്ടോ. ഓരോരുത്തരായിട്ട് ഇറക്കാം. ഇറങ്ങ് നടക്കടാ. എടാ നടക്ക്. നീ എന്നെ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നേ. നിന്നെ ഇറക്കിയിട്ട് വേണം ബാക്കി ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കാൻ. വാ 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 നടക്കടേ. എന്നെ നിൽക്കുന്നത് നീ. വാ കൂട്ടുകാരെ ഇപ്പം ഇറക്കി വിടാന്നേ. വാ വാ വാടാ. ചടയാ നീ എന്നെ തിരിഞ്ഞേക്കുന്നേ. വാ വാ പോ. കൂട്ടുകാരെ ഇപ്പം ഞാൻ അഴിച്ചു വിടാം. പുറകെ വിടാം നിൽക്ക്. നീ അവിടെ നിന്നോ. ഡാ അവിടെ നിൽക്കടേ. ഇപ്പം അഴിച്ചു വിടാം. നിൽക്ക്. പോടാ പോടാ. കുള്ള വലിക്കാതെടാ. പോ 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 പോ.